ഏറ്റവും ലജ്ജാകരമായ കാര്യം, ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു കുറ്റബോധവുമില്ലാതെ, ഒരു പാപഭാരവുമില്ലാതെ ചിരിച്ച് കളിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന, ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് കാണുന്നത്. എത്ര ഗുരുതരമായ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഒന്നാമത്തെ പരാതിയാണോ? അല്ല. ഇനി എത്ര പരാതികൾ വരാനുണ്ടെന്ന് നമുക്കറിയില്ല. ആദ്യത്തെ പരാതി വന്നപ്പോൾ ആ പരാതിക്കാരിയുടെ പേര്, വിവരങ്ങൾ, ഫോട്ടോ സഹിതം പ്രചരിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചവർ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്നിട്ടും രണ്ടാമത്തെ പരാതി വന്നു. ഇപ്പോൾ മൂന്നാമത്തെ പരാതി വന്നു. അപ്പോൾ അന്വേഷണ സംഘം കരുതലോടെ പെരുമാറുമ്പോൾ കൂടുതൽ ആളുകൾ സധൈര്യം മുന്നോട്ട് വരാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ പരാതിക്കാരിയുടെ പേര്, വിവരങ്ങൾ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. മൂന്നാമത്തെ പരാതി വരുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അന്വേഷണ സംഘം വളരെ കരുതലോടെ മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പറയാൻ വേണ്ടി പെൺകുട്ടികൾ സധൈര്യം മുന്നോട്ട് വരികയാണ്. എന്നിട്ടും ലവലേശം ഉളുപ്പില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അമൽ പറഞ്ഞതുപോലെ കാഴ്ചയിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലില്ല. മാനസിക വൈകൃതം എന്തായാലും അത് ഇപ്പോൾ വൈദ്യപരിശോധനയിൽ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് വൈദ്യപരിശോധന വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് മുന്നിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോകേണ്ടത്. പക്ഷേ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്.